നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പാറുവിന്റെ മനസ്സിൽ നിന്ന് എന്നേക്കുമായി ഗന്ധർവനെ മായ്ച്ചു കളയാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി ഇത് സൂക്ഷിച്ചു വയ്ക്കുന്നതിൽ അർത്ഥമില്ല. ഗന്ധർവനോടൊപ്പം ഇതും എന്നേക്കുമായിട്ടില്ലാതാവട്ടെ. പാറു, എനിക്ക് നിന്റെ ഗന്ധർവന് എന്റെ ഇഷ്ടത്തിനല്ല, നിന്റെ സന്തോഷത്തിന് ഞാൻ വില കൽപ്പിക്കുന്നത്. നിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരാൻ എനിക്ക് കഴിഞ്ഞൊന്നും വരില്ല. നിന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിത്തരാൻ എനിക്ക് കഴിഞ്ഞൊന്നും വരില്ല. പക്ഷെ നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരാൻ, നിന്റെ എല്ലാ സങ്കടങ്ങളും മായ്ച്ചു കളയാൻ കൈലാഷ് സാറിന് കഴിയും. നീ എന്നും ഹാപ്പി ആയിട്ടിരിക്കണം. അതിനുവേണ്ടി നിന്റെ ഗന്ധർവൻ എന്നേക്കുമായിട്ട് നിന്നോട് ഗുഡ് ബൈ പറയാ. അപ്പൊ ഗന്ധർവൻ നിനക്ക് നൽകിയ ഈ വിലയില്ലാത്ത സമ്മാനങ്ങൾ ഫോൺ കട്ട് ചെയ്താൽ മനസ്സിലാക്കിക്കൂടെ ഞാൻ എന്തോ തിരക്കിലാണെന്ന്? വീണ്ടും വീണ്ടും വിളിക്കുന്നത് മര്യാദ കേടാ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണ്ട നിനക്ക്. ഞാനിവിടെ റോഡിൽ നിൽക്ക്. റോഡിലോ? പ്രിയഞ്ചേട്ടന്റെ വീട്ടിലേക്ക് തിരിയുന്ന ആ വളവിൽ ഞാനുണ്ട്. വളവിലോ? ആരാ കൂടെ ഉള്ളത്? ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക. ഒറ്റയ്ക്കോ? ഈ സമയത്ത് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് അപകടമാ. വേഗം പോവാൻ നോക്ക്. ഇല്ല, ഞാൻ പോയില്ല. എനിക്ക് പ്രിയഞ്ചേട്ടനെ കാണണം, പ്രിയഞ്ചേട്ടനോട് സംസാരിക്കണം. പ്രിയഞ്ചേട്ടൻ ഇവിടെ വരാതെ ഞാൻ ഇവിടെ നിന്ന് അനങ്ങില്ല. ശരി, വരാം. നീ എന്തിനാ ഇത്രയും ദൂരം വന്നത്? അതും ഈ സമയത്ത്? എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഫോണിൽ പറഞ്ഞാ പോരെ. ഇനി നേരിട്ട് പറയേണ്ട കാര്യമാണെങ്കിൽ നാളെ ഞാൻ ഗാർമെന്റ്സിൽ വരുമായിരുന്നല്ലോ, അവിടെ വെച്ച് പറഞ്ഞാ പോരെ. ഞാൻ ഫോൺ വിളിച്ച പ്രിയഞ്ചേട്ടൻ എടുക്കില്ലല്ലോ. കമ്പനിയിൽ വെച്ച് കണ്ട എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മുഖം തിരിച്ചു നടന്നു കളയും. ഞാൻ സംസാരിക്കാൻ ശ്രമിച്ച എന്നോട് ഒച്ച വെക്കുകയും ചെയ്യും. ഇപ്പോഴും ഞാൻ ആദ്യം വിളിച്ചപ്പോ പ്രിയഞ്ചേട്ടൻ കട്ട് ചെയ്യല്ല ചെയ്തത്. വീണ്ടും വിളിച്ചപ്പോ ഫോൺ എടുത്ത് എന്നെ വഴക്ക് പറഞ്ഞില്ലേ? ഞാൻ ഈ റോഡില് ഒറ്റയ്ക്ക് നിൽക്കാന്ന് അറിഞ്ഞതുകൊണ്ടല്ലേ ഇപ്പൊ എന്റെ അടുത്ത് വരാൻ തയ്യാറായത്. വീട്ടിലേക്ക് വന്ന അമ്മ വഴക്ക് പറയുന്ന പേടിച്ച ഞാൻ ഇവിടെ നിന്നത്. സംസാരിക്കാതെ തിരിച്ചു പോയില്ലെന്ന് തീരുമാനിച്ച് തന്നെയാ ഞാൻ വന്നത്. മതി, കൂടുതൽ കാട് കയറണ്ട. എന്നോട് എന്താ പറയാനുള്ളത്? വേഗം പറഞ്ഞിട്ട് പോവാൻ നോക്ക്. വഴക്ക് പറയല്ലേ, എനിക്ക് കരച്ചില് വരുന്നു. സോറി, ഞാനെന്തോ ഓർക്കാതെ ശബ്ദം ഉയർന്നു പോയതാ. നിനക്കെന്താ എന്നോട് പറയാനുള്ളത്? പറയൂ. ഞാൻ എല്ലാം മറക്കാൻ ശ്രമിക്കായിരുന്നു, മറന്നു തുടങ്ങിയതായിരുന്നു. ഗന്ധർവനെ അറിയോന്ന് ഞാൻ പ്രിയഞ്ചേട്ടനോട് ചോദിച്ചിട്ടില്ല. ഗന്ധർവനെ അറിയാന്ന് പ്രിയഞ്ചേട്ടൻ എന്നോട് വന്ന് പറയായിരുന്നു. മറന്നു തുടങ്ങിയ ഗന്ധർവനെ കുറിച്ചുള്ള ഓർമ്മകള് വീണ്ടും എന്റെ മനസ്സിൽ കൊണ്ടുവന്നത് പ്രിയഞ്ചേട്ടനാ. നിന്റെ ഗന്ധർവനാണെന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ എന്റെ മുന്നിൽ വന്ന് നിന്നപ്പോ അവനെ വിശ്വസിക്കരുത്, അവനല്ല നിന്റെ ഗന്ധർവൻ എന്നും എന്നോട് പറഞ്ഞത് പ്രിയഞ്ചേട്ടനാ. ഗന്ധർവൻ തട്ടിപ്പുകാരനാണെന്ന് എല്ലാരും പറഞ്ഞപ്പോ ഗന്ധർവൻ തട്ടിപ്പുകാരനല്ല, നല്ലവനാണ്, മനസ്സിൽ നന്മയുള്ളവനാണെന്ന് എന്നോട് പറഞ്ഞത് പ്രിയഞ്ചേട്ടനാ. എന്നിട്ട് ഇപ്പൊ പറയുന്നു ഗന്ധർവനെ അറിയില്ലാന്ന്. അങ്ങനെ ഒരാളില്ലാന്ന്. ഗന്ധർവനെ അറിയോന്ന് ഞാൻ പ്രിയഞ്ചേട്ടനോട് ചോദിച്ചോ? അങ്ങനെ ഒരാളുണ്ടോന്ന് ഞാൻ പ്രിയഞ്ചേട്ടനോട് ചോദിച്ചോ? അങ്ങനെ ഒരാളുണ്ടെന്നും
പ്രിയൻചേട്ടൻ അയാളെ അറിയാമെന്നും എന്നോട് പ്രിയൻചേട്ടൻ വന്ന് പറയായിരുന്നു. ഗന്ധർവൻ ഇല്ലെങ്കിൽ എന്തിനാ പ്രിയൻചേട്ടൻ എന്നോട് അങ്ങനെ പറഞ്ഞത്? പറ. ഗന്ധർവൻ സത്യമാണ്. ഉറപ്പായിട്ടും ഗന്ധർവൻ നിന്നെ കാണാൻ വരും എന്നൊക്കെ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചിട്ട് ഒരിക്കലല്ല പല തവണ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പ്രിയൻചേട്ടൻ പറഞ്ഞത് വിശ്വസിച്ച് ഞാൻ ഗന്ധർവനെ കാണാനുള്ള ആഗ്രഹത്തിലിരിക്കുമ്പോ പ്രിയൻചേട്ടൻ പറയുന്നു ഗന്ധർവൻ ഇല്ലാന്ന്. ഞാൻ ഏതാ വിശ്വസിക്കേണ്ടത്? പ്രിയൻചേട്ടൻ ആദ്യം പറഞ്ഞതോ അതോ ഇപ്പൊ പറയുന്നതോ? പറ. ഗന്ധർവൻ ഉണ്ടെന്ന് പ്രിയൻചേട്ടൻ പറഞ്ഞില്ലേ? അതാണോ ഞാൻ വിശ്വസിക്കേണ്ടത്? അതോ ഗന്ധർവൻ ഇല്ലെന്ന് പറയുന്നതോ? ഒരു പെണ്ണിന്റെ മനസ്സ് പ്രിയൻചേട്ടൻ അറിയില്ല. നേരിൽ കണ്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടയാള് വെറും കെട്ടുകഥയാന്ന് പറയുമ്പോ അവളുടെ മനസ്സിനുണ്ടാവുന്ന വേദനയുടെ കാഠിന്യം പ്രിയൻചേട്ടൻ അറിയില്ല. ഒറ്റ വാക്കുകൊണ്ട് പ്രിയൻചേട്ടൻ എന്റെ മനസ്സിലുണ്ടാക്കിയ മുറിവിന്റെ ആഴം പ്രിയൻചേട്ടൻ അറിയില്ല. അറിയാത്ത നാട്ടില് ഒറ്റയ്ക്ക് വന്ന് താമസിക്കുന്ന ഒരു പെണ്ണിന് കൂടെ ഒരാളുണ്ട് എന്നുള്ള വിശ്വാസം വല്ലാത്ത ധൈര്യം നൽകും. ഗന്ധർവൻ കൂടെയുണ്ടെന്നുള്ള ധൈര്യമായിരുന്നു എന്നെ മുന്നോട്ട് നടക്കാൻ പ്രേരിപ്പിച്ചത്. പാറു, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഗന്ധർവൻ ഒരിക്കൽ പോലും എന്റെ മുന്നിൽ വന്നിട്ടില്ല. കൂടെയുണ്ടെന്ന് പറഞ്ഞ് ഗന്ധർവൻ നിന്റെ മുന്നിൽ വരുമെന്ന് പറഞ്ഞ് പ്രിയൻചേട്ടനും എന്നെ ചതിക്കായിരുന്നു. നിങ്ങളുടെ ഗന്ധർവന്റെ സ്വഭാവം ഒരുപോലെയാ. പ്രതീക്ഷ തന്ന് പറ്റിക്കോ. പ്രിയൻചേട്ടനും ഗന്ധർവനും ഒരേ മനസ്സാ. ഇനി എനിക്ക് പ്രിയൻചേട്ടനോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഗന്ധർവൻ ഇല്ലെന്ന് പ്രിയൻചേട്ടൻ എന്നോട് പറഞ്ഞത് കള്ളമാണെന്ന് എനിക്കറിയാം. അയാൾ ആരാ, എവിടെയാ, കാണാൻ എങ്ങനെയാ, സ്വഭാവം എന്താ, ഇതെല്ലാം പ്രിയൻചേട്ടൻ അറിയാം. ഗന്ധർവനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതല്ല നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഇപ്പോഴല്ല, നാളെ കമ്പനിയിൽ വരുമ്പോ ഞാൻ നേരത്തെ വന്ന് നിങ്ങളെ കാത്തിരിക്കും. പ്രിയൻചേട്ടൻ എനിക്കത് പറഞ്ഞു തന്നേ പറ്റൂ. അത് പറയാനാണ് ഞാൻ വന്നത്.